നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പരാതി പറയുമ്പോൾ പരാതി പറയുന്ന കാര്യം കൂടുതൽ മോശപ്പെടുന്നതും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പരാതി പറയുന്നതിനനുസരിച്ച് കൂടുതൽ പരാതികൾ പറയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് നമ്മുടെ ഉപബോധ മനസ്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നമ്മൾ എന്തിലാണോ അധികമായി ശ്രദ്ധിക്കുന്നത് അത് സ്വാഭാവികമായും ആകർഷിപ്പിക്കപ്പെടും. ഉപബോധ മനസ്സ് അത് ലൈഫിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യും. നമ്മൾ പരാതി പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആ പരാതി പറയുന്ന കാര്യത്തിൻ്റെ നെഗറ്റീവ് വശത്തിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ഫോക്കസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ പരാതികൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയല്ല അവിടെ ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയെയും വാക്കുകളെയും മാത്രമാണ്. അത് തീർച്ചയായിട്ടും ആ പരാതി പറയുന്ന കാര്യത്തിൻ്റെ നെഗറ്റീവ് വശത്തെ അത് തന്നെ അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു കാര്യത്തെ നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ പരാതി പറയും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിവതും ഒരു സാഹചര്യത്തെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ പരാതികൾ പറയുന്നത് ഒഴിവാക്കുക. അതിൻ്റെ പോസിറ്റീവ് വശത്തിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ചിലവാകുമ്പോൾ പലരും പറയാറുണ്ട്, എൻ്റെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല എന്ന് സങ്കടത്തോടെ ഒരു പരാതിയായിട്ട് പറയാറുണ്ട്. അത് ആ സമയത്ത് ഒരു സ്ട്രെസ് റിലീഫിന് സഹായിക്കുമായിരിക്കും. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് ആ പറയുന്ന വാക്കുകളെയും നമ്മുടെ ശ്രദ്ധയെയും എടുത്തിട്ട് സമാനമായ സാഹചര്യത്തെ വീണ്ടും സൃഷ്ടിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ് തൊട്ടുപിറകെ മറ്റൊരു ചിലവ് വന്നിട്ട് കയ്യിൽ നിന്ന് കുറച്ച് പൈസയും കൂടി ചിലവാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും വീണ്ടും പരാതി പറയാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കഴിവതും ഒരു ബുദ്ധിമുട്ടായ സാഹചര്യം ഫ്രണ്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരാതി പറയാതെ ക്ഷമയോടെ കടന്നു പോകാൻ അനുവദിച്ചാൽ തീർച്ചയായിട്ടും അത് കടന്നു പോവുക തന്നെ ചെയ്യും. താങ്ക് യു.